കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിലായി മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത് മൂലം നിഫ്റ്റി 25,100 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. 25,000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണവശാൽ 25,000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 24,700 വരെ മാർക്കറ്റ് ഇടിഞ്ഞേക്കാം. അതേസമയം 25,250 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ആക്സിസ് ബാങ്ക്, HDB ഫിനാൻഷ്യൽ സർവീസ്, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, HDFC ലൈഫ് ഇൻഷുറൻസ്, ഏഞ്ചൽ വൺ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഒബറോയ് റിയാലിറ്റി, ഡെൽറ്റ കോർപ്പ്, ഹെറിറ്റേജ് ഫുഡ്, IRFC, KEI ഇൻഡസ്ട്രീസ്, കേവൽ കിരൺ ക്ലോത്തിങ്, L&T ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരാനുള്ളതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 4.8% വർദ്ധിച്ച് 13,381 കോടിയിൽ നിന്നും 13,995 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 13,777 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതേസമയം ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു. 1,285 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1,194 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 5% വർദ്ധിച്ച് 1,140 നിന്നും 1,194 എത്തുകയും ചെയ്തു. എബിറ്റ 15% വർദ്ധിച്ച് 1,477 കോടിയിൽ നിന്നും 1,699 കോടിയിലേക്കെത്തി. മാർജിൻ 11% നിന്നും 12% ഇംപ്രൂവ് ആവുകയും ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ടെക് മഹീന്ദ്ര 15 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ടോട്ടൽ ഇൻകം 12.5% വർദ്ധിച്ച് 5,851 കോടിയിൽ നിന്നും 6,583 കോടിയിലേക്കെത്തി. നെറ്റ് പ്രീമിയം 12.5% വർദ്ധിക്കുകയും ടോട്ടൽ പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 694 കോടിയിൽ നിന്നും 820 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. C&DLത്തിൻ്റെ റവന്യൂ 20% ഇടിഞ്ഞ് 389 കോടിയിൽ നിന്നും 310 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 32 കോടിയിലേക്കെത്തി. അതേസമയം എബിറ്റ് ഇടിയുകയും മാർജിൻ 8% നിന്നും 10% ഇംപ്രൂവ് ആവുകയും ചെയ്തു. പെർസിസ്റ്റൻ്റ് സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 424 കോടിയിൽ നിന്നും 471 കോടിയിലേക്കെത്തി. എബിറ്റ 13% വർദ്ധിച്ച് 517 കോടിയിൽ നിന്നും 583 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 7% വർദ്ധിച്ച് 3,333 കോടിയിൽ നിന്നും 3,580 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 15.5% നിന്നും 16.3% ഇംപ്രൂവ് ആയിട്ടുണ്ട്. തൈറോകെയർ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 22% വർദ്ധിച്ച് 177 കോടിയിൽ നിന്നും 216 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 81% വർദ്ധിച്ച് 26 കോടിയിൽ നിന്നും 47 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 48% വർദ്ധിച്ച് 48 കോടിയിൽ നിന്നും 71 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കീസ്റ്റോൺ റീറ്റെയിലേഴ്സ്. കീസ്റ്റോൺ റീറ്റെയിലേഴ്സിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 3.63% സ്റ്റേക്കുകൾ 550 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ, അതായത് 10% ഡിസ്കൗണ്ടോടു കൂടി ഓഫ്ലോഡ് ചെയ്യുകയാണ്. സ്റ്റാർ സിമൻറ്റ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി 1,500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൊണാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ പവേർഡ് മോഡേണൈസേഷന് വേണ്ടി അഡസോ എന്ന കമ്പനിയുമായി ചേർന്ന് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഡാൽമിയ സിമൻറ്റ് 500 കോടി രൂപ മുടക്കി സിമൻറ്റ് ഫാക്ടറി അക്വയർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് കമ്പനി തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട്. കരാരോ ഇന്ത്യ എന്ന കമ്പനിക്ക് TI ക്ലീൻ മൊബിലിറ്റിയിൽ നിന്നും 17 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 306 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും കമ്പനിയുടെ ടോട്ടൽ ഓപ്പൺ ഓർഡർ ബുക്കിൽ 2,212 കോടി രൂപയുടെ ഓർഡർ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഒക്ടോബർ 17 എനർജി സ്പേസ് എന്ന പേരിൽ കമ്പനി പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് മൊബിലിറ്റി മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനി സ്റ്റാർ പരം JB ഡൗൺലൈറ്റർ എന്ന പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. TCC കൺസെപ്റ്റ് പെപ്പർഫ്ലൈയുടെ 95.2% സ്റ്റേക്കുകൾ 659 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് TCC കൺസെപ്റ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ അവന്യൂ സൂപ്പർ മാർട്ട് ആന്ധ്രാപ്രദേശിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 433 എത്തിക്കുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ലെമൺ ട്രീ എന്ന ഹോട്ടൽ സെക്ടറിലെ സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗുജറാത്തിൽ പുതിയൊരു ഹോട്ടൽ
ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി ഒരു പാക്റ്റിൽ സൈൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ലെമൺ ട്രീയും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്